ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ രാധികന്റെ ഭാര്യയായിട്ട് കൂടെ കൂട്ടാനാണ് വന്നിരിക്കുന്നത്. ഭാര്യയായിട്ടോ? അപ്പൊ ഞാനോ? എല്ലാത്തിനും കാരണം ഇവള് ഒരുത്തിയ. കണിമംഗലത്തെ മരുമകളാകാൻ വേണ്ടി ഇവള് കാണിച്ച ആഗ്രഹം കാരണമാ ഇപ്പൊ ഇതെല്ലാം തുറന്നു പറയേണ്ടി വന്നത്. നിനക്ക് തൃപ്തിയായില്ലേ യശോദേ? വളർത്തി വലുതാക്കിയതിന് ഇവള് തന്ന കൂലി കണ്ടില്ലേ? അവിടെ നിങ്ങൾക്ക് രണ്ടുപേർക്കും തെറ്റി. ഈ നിൽക്കുന്ന രാധിക ഞാൻ ഇഷ്ടപ്പെട്ട പെണ്ണ. എത്രയോ നാളുകൾക്ക് മുമ്പ് പരസ്പരം പ്രണയിച്ചവരാ ഞങ്ങള്. എന്റെ കുടുംബത്തിൽ ഞാൻ ആവശ്യപ്പെട്ടത് ദേവനാരായണ തിരുമേനിയുടെ മകളെ എനിക്ക് വേണ്ടി പെണ്ണാലോചിക്കാനാ. അവരിവിടെ വന്നതും കണ്ടതും സംസാരിച്ചതും പരിചയപ്പെട്ടതും പ്രിയങ്കയായി പോയെന്ന് മാത്രം. അതുകൊണ്ട് ഞങ്ങളുടെ പ്രണയം ഇല്ലാതാവൂ? ഇനി ഒരു സത്യം കൂടി അറിഞ്ഞു. നിങ്ങളൊക്കെ പറയുന്ന പോലെ ഇത്രയും കാലം എന്റെ കൂടെ ജീവിച്ച പ്രിയങ്കയുടെ ശരീരത്ത് പോലും ഞാൻ തൊട്ടിട്ടില്ല. എന്തിനാ ദേഹത്തിന്റെ കണക്ക്? അവളോ ഞാനോ പരസ്പരം മനസ്സിൽ പോലും തൊട്ടിട്ടില്ല. കാരണം എന്റെ കണക്കുകൂട്ടലില് എനിക്കൊരൊറ്റ പെണ്ണേ ഉള്ളൂ. അത് ഈ നിൽക്കുന്ന രാധികയെ. ഇവളാ എന്റെ ഭാര്യ. ഇതൊന്ന് തെളിച്ചു പറഞ്ഞ് ഇവളോടൊപ്പം ജീവിക്കാൻ വേണ്ടിയാ ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നതെന്ന് മനസ്സിലായ മുത്തശ്ശിക്ക്? മോളെ, രഹസ്യങ്ങൾ ഞാൻ സൂക്ഷിക്കാൻ നോക്കിയതമ്മ, പക്ഷെ കൈവിട്ടുപോയി. എന്നോട് പൊറുക്ക്. അമ്മയ്ക്കോ മുത്തശ്ശിക്കോ അച്ഛനെ വിളിച്ചു വരുത്താം. എന്നിട്ട് ഈ സംഭവത്തിലെ ന്യായങ്ങൾ പറഞ്ഞ് അച്ഛനൊരു തീരുമാനം എടുക്കട്ടെ. പക്ഷേ ആ തീരുമാനം രാധികയും ഞാനും ഒരുമിച്ച് ജീവിക്കാനുള്ളത് തന്നെയായിരിക്കണം. എന്റെ നിലപാടിന് ഇനിയൊരു മാറ്റം ഉണ്ടാവില്ല. ഹലോ. പ്രിയങ്ക, സാമുല. എന്താ? ഒരു ഗോൾഡൻ ചാൻസ് വന്നിട്ടുണ്ട്. ഒരു തമിഴ് പടവാ. മലയാളി ഡയറക്ടർ. ഒന്ന് ശ്രമിച്ചാ ഹീറോയിന്റെ വേഷം തന്നെ പിടിക്കാം. സാമുൽ, ഞാൻ അല്പം തിരക്കില്ല, പിന്നെ വിളിച്ചാ മതിയോ? അയ്യോ, ഇതങ്ങനെ മാറ്റിവെക്കാനൊന്നും പറ്റില്ല. കാസ്റ്റിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുക. 2-3 ദിവസത്തിനുള്ളിൽ ഷൂട്ടിംഗ് ആരംഭിക്കും. താനൊരു കാര്യം ചെയ്യും. ഞാനിപ്പോ പൂജപ്പുരയാ, എന്റെ വേറൊരു വർക്കിന്റെ ലൊക്കേഷനില. താനെന്ന് ഇങ്ങോട്ട് വാ, നമുക്ക് നേരിട്ടാണ് സംസാരിക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അല്പം തിരക്കില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ സാമുലിനെ അങ്ങോട്ട് വിളിക്കാം. എന്തു പറ്റി? എന്തോ ഒരു ടെൻഷൻ പോലെ. എന്തെങ്കിലും കാര്യമായിട്ട് പ്രശ്നമുണ്ടോ? ഉണ്ട്, എന്റെ ഫാമിലിയിൽ ഒരു പ്രോബ്ലം. ഓക്കെ, ഞാൻ വിളിക്കാം.
ഭഗവാനെ, ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഉള്ളവരുടെ കണ്ണീര് കാണണോ, അതോ വരുണിന്റെ സങ്കടം കാണണോ? അമ്മേ, ചേച്ചി എവിടെ? ചേച്ചി എവിടെയെന്ന്? വരുൺ, ചേച്ചി എവിടെ? രാധിക അകത്തുണ്ട്. ഞാൻ രാധിക എന്റെ ഭാര്യയായിട്ട് കൂടെ കൂട്ടാനാണ് വന്നിരിക്കുന്നത്. ഭാര്യയായിട്ടോ? അപ്പൊ ഞാനോ? ഞാനും നീയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നിനക്ക് നന്നായിട്ട് അറിയാം. ഞാനും രാധികയും തമ്മിലുള്ള യഥാർത്ഥ ബന്ധം എന്താണെന്നും നിനക്ക് നന്നായിട്ട് അറിയാം. പിന്നെ ഈ ചോദ്യത്തിന്റെ ആവശ്യമില്ല. ഞാനും നീയും തമ്മിൽ ഇനി ഒരു ബന്ധവുമില്ല. എഴുന്നേക്കടി. നിന്നോടല്ലേ പറഞ്ഞു എഴുന്നേക്കാൻ? പ്രിയ, പ്രിയ, ഇത്രയും നാള് നീ എന്നെ പറ്റിക്കായിരുന്നല്ലേ? പറയട്ടെ. നീ ഒരു ചേച്ചിയാണോ നീ? പ്രിയ, ഓടി, പ്രിയ, ഓടി. നിന്റെ ജീവിതം ഇല്ലാതാക്കണം നിനക്കല്ലേ? അല്ല മോളെ, ഞാൻ പ്രിയ, ഞാൻ പറയട്ടെ.